പെണ്ണുങ്ങളെക്കുറിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ ഡൗട്ടാണ് ചില സമയത്ത് ഇവളെന്തോ ഇങ്ങനെ പെരുമാറുന്നത്. അതായത് മനസ്സിലെന്തോന്ന് അറിയാനേ പറ്റത്തില്ല. ചില സമയത്ത് ഇഷ്ടമുള്ള പോലെ പെരുമാറും, ചില സമയത്ത് ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറും, ചില സമയത്ത് ഒരു കാരണവുമില്ലാതെ ഒന്ന് ഇഷ്ടത്തോടെ പെരുമാറും. അതായത് ഇതുപോലെ ചില പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ടായിരിക്കും, ഇതെന്തിങ്ങനെ ഉള്ളിലുള്ളത് അറിയാനും പറ്റുന്നില്ല എന്നൊരു ഫീലാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുള്ളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചേ പറ്റത്തുള്ളൂ. എപ്പോഴെങ്കിലും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയാം. അത് ആലോചിച്ച് അതുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. പിന്നെ വേറെ കാര്യം, ചാനലിൽ ഇനി ഡെയിലി വീഡിയോ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഡെയിലി പറ്റത്തില്ലായിരിക്കും, എന്നാലും ആഴ്ചയിൽ 4 വീഡിയോ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ചെറിയ വീഡിയോകളായിരിക്കും, എന്നാലും ഉറപ്പായിട്ടും ആഴ്ചയിൽ 4 വീഡിയോ ഉറപ്പാണ്. ഡെയിലി വീഡിയോ ഇടാൻ എനിക്ക് താല്പര്യമുണ്ട്. ഷെഡ്യൂൾ മോശമായതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് 4 ക്ലയൻറ്റുകൾ കൺസൾട്ടിങ് ബുക്ക് ചെയ്ത് വന്നായിരുന്നു. ഒരേ ഇഷ്യൂ കൊണ്ടാണ് വന്നത്. അതായത് അവരുടെ റിലേഷൻഷിപ്പിൽ ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് അവർ വന്നതെങ്കിലും അവരുടെ ആ പ്രശ്നത്തിൻ്റെ എല്ലാം അകത്തുള്ളത് ഒരേ റീസണായിരുന്നു. അപ്പം ക്ലയൻറ്റുകളുടെ പ്രൈവസിക്ക് വേണ്ടി ഇങ്ങനെ വെളിയിലൊന്നും പറയാറില്ല സ്റ്റോറികൾ ആരോടും, അല്ലെങ്കിൽ ചാനലിലൊന്നും. ഇതവരുടെ പെർമിഷൻ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തോട്ടെ, അപ്പോൾ ആളുകൾക്ക് യൂസ്ഫുൾ ആവും, ഫ്രീ ആയിട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ക്ലയൻറ്റ് പറഞ്ഞത്, ബ്രോ എനിക്കൊരു എക്സ് ഉണ്ടായിരുന്നു, 2 മാസം മുമ്പ് അവൾ ബ്രേക്കപ്പ് ആയത്. ഞങ്ങൾ തമ്മിൽ 4 മാസമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു, വെറും 4 മാസം. അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ വന്നപ്പം, അതായത് റിലേഷൻഷിപ്പിൽ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടോട്ട് ചെറിയൊരു വഴക്കായി, ബ്രേക്കപ്പായിട്ട് രണ്ടുപേരും അങ്ങോട്ടോട്ട് നമ്പറിലൊക്കെ ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നെ തിരിച്ച് വിളിച്ചു, ബ്രോ ഇപ്പോൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് റിലേഷൻഷിപ്പ് വേണം, അതായത് വീണ്ടും കമ്മിറ്റഡ് ആവുക എന്ന് പറഞ്ഞ് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിച്ച്. അപ്പോൾ എനിക്കെന്തോ ഞാനാണ് വലിയ ആൾ, ഇവളെൻ്റെ പുറകെ വരുവാണ് എന്നൊരു ചിന്തയിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അവളെ കുറച്ച് പിന്നാലെ നടത്താൻ വേണ്ടി ഞാൻ കുറച്ച് ജാട കാണിച്ച്. അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം അവൾ എന്നോട് കെഞ്ചിക്കൊണ്ടിരുന്നു, ഞാൻ കുറച്ച് ജാട കാണിച്ചുകൊണ്ടിരുന്നു, ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ എൻ്റെ പിന്നാലെ വരുമെന്ന് വിചാരിച്ച്. പിന്നെ ആണെങ്കിൽ പിറ്റേന്ന് മുതൽ അവൾ വിളിയുമില്ല, ഒന്നുമില്ല, മിണ്ടിയതുമില്ല. പിന്നെ ഞാൻ അവളെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് മെസ്സേജ് ഇടുമ്പോൾ റിപ്ലൈ ഒന്നുമില്ല, ലേറ്റായിട്ട് റിപ്ലൈ തരുന്നു, കെ എന്നൊക്കെ റിപ്ലൈ തരുന്നു, ഓക്കെ എന്നൊക്കെ റിപ്ലൈ ഇടുന്നു, ഒന്നും റിപ്ലൈ തരുന്നില്ല. അതുപോലെ വിളിച്ചാലും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത പോലെ സംസാരിക്കുന്നത്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൾ അത്ര ഇതായിട്ട് പറഞ്ഞിട്ട് പിറ്റേന്ന് എങ്ങനെ ഇത്രയും പെട്ടെന്ന് മാറിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ, ബ്രോയ്ക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ എന്ന് പറഞ്ഞ് ആദ്യത്തെ ക്ലയൻറ്റ് വന്നു. രണ്ടാമത്തെ ക്ലയൻറ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ബ്രോ ഞാനും ഒരു പെണ്ണും തമ്മിൽ നല്ല ഇൻട്രസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാനവളെ പ്രപ്പോസ് ഒന്നും ചെയ്തില്ലായിരുന്നു. പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനും അവളും നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരുന്നിട്ട് ഞാനൊരു സ്റ്റേജ് വെച്ച് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ ഇവൾ പറഞ്ഞ്, ഇല്ല പിന്നെ ആലോചിക്കാം, ഇപ്പം താല്പര്യമൊന്നുമില്ല, പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ വിട്ട്. അതിനുശേഷം അവൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് നല്ലപോലെ കുറയുന്ന പോലെ തോന്നി. ഞാൻ തന്നെ എല്ലാ എഫേർട്ടും എടുക്കണം, ഞാൻ തന്നെ എപ്പോഴും അങ്ങോട്ട് വിളിക്കണം എന്നുള്ളൊരു ഫീലായിരുന്നു. അതിനുശേഷം ഇവൾ എല്ലാ ഞായറാഴ്ചയും എന്നെ ഇങ്ങോട്ട് വിളിക്കും, എല്ലാ ഞായറാഴ്ചയും ഇങ്ങോട്ട് വിളിക്കും, എല്ലാ ഞായറാഴ്ചയും നല്ല ഇൻട്രസ്റ്റ് ഉള്ള പോലെ സംസാരിക്കും. ഫ്ലേർട്ട് ചെയ്യാനൊക്കെ അവൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന പോലെ തോന്നും, അവൾ തന്നെ വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ വേറെ ദിവസങ്ങളൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെ കാണിക്കുന്നത്. എല്ലാ ഞായറാഴ്ച എന്നെ വിളിച്ച് നല്ല ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് സംസാരിക്കും. മൂന്നാമത്തെ ക്ലയൻറ്റ് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പയ്യൻ വന്ന് പറഞ്ഞത്, ബ്രോ എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, അവൾ കമ്മിറ്റഡാണ്, അപ്പം എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾക്കും അറിയാം. അപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവൾ കമ്മിറ്റഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അവളോട് ഇൻട്രസ്റ്റൊക്കെ കാണിക്കാൻ നോക്കി, എങ്ങനെയെങ്കിലും വളച്ചെടുക്കാമെന്നൊക്കെ നോക്കി. പക്ഷേ റിസൾട്ടൊന്നും കിട്ടാത്തതുകൊണ്ട്, അതുപോലെ വൺ വേർഡിലൊക്കെ ആൻസർ പറയുന്നുള്ളൂ, എന്നോട് താല്പര്യമില്ലെന്ന് തോന്നിയുകൊണ്ട് കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ട്, കമ്മിറ്റഡ് പെണ്ണല്ലേ എന്തിനാണ് വളയ്ക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കിയിരിക്കും. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പണി നോക്കി മിണ്ടായിരിക്കുമ്പോൾ ഇവൾ ചില സമയത്തൊക്കെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ദിവസം ഫുള്ള് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. 1, 2, 3 ദിവസത്തേക്കൊക്കെ എന്നോട് നല്ല താല്പര്യമായിരിക്കും. ഇങ്ങോട്ട് വന്ന് കഴിച്ചോ, ഹോംവർക്ക് ചെയ്തോ, സാറിനെ കണ്ടോ, ഇതുപോലെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് എന്നോട് മിണ്ടാൻ നോക്കും. ഇതുപോലെ എന്നോട് ഇങ്ങോട്ടൊന്ന് മിണ്ടാൻ നോക്കും. അപ്പം ഞാൻ ശരി ഇവളോട് ഇൻട്രസ്റ്റ് കാണിക്കാം, എങ്ങനെയെങ്കിലും ഇത് ഡെവലപ്പ് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാം എന്നുള്ള ധാരണയിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നല്ല റെസ്പോൺസ് ആയിരിക്കും. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ വരും. ചില ദിവസം 5 ദിവസമൊക്കെ എന്നോട് നല്ല ഇൻട്രസ്റ്റ് കാണിക്കും, പഴയതുപോലെ ആവും. ചില ദിവസമൊക്കെ ഒരു ദിവസം ഫുൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ ചെന്ന് മിണ്ടിയാൽ റെസ്പോണ്ട് ചെയ്യും, തിരിച്ച് സംസാരിക്കും. പക്ഷേ പിന്നെ പ്രതീക്ഷിക്കാതെ, ഒരു പാറ്റേൺ പോലും ഇല്ലാതെ, ശനി ഞായർ തിങ്കൾ ഇങ്ങനെ ഒരു പാറ്റേണും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും പഴയതുപോലെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ വരും. ഞാൻ എത്ര പോയി മിണ്ടിയാലും വൺ വേർഡിൽ ആൻസർ പറയും, എന്നെ അകറ്റി നിർത്തുന്ന പോലെ തോന്നും, എന്നെ മൈൻഡ് ചെയ്യാത്ത പോലെ തോന്നും. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും
എന്നോട് ഇൻട്രസ്റ്റ് ഉള്ളപോലെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ നോക്കാതിരുന്നാലും നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു. എന്താ ബ്രോ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ഇഷ്ടം കാണിക്കാമെന്ന് വെക്കുമ്പം ചെറിയതായിട്ട് ഡെവലപ്പ് ആവുമെന്ന് തോന്നും, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ബ്രോ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാതാവുന്നത്? പിന്നെ എങ്ങനെയാണ് ബ്രോ ഒറ്റ ദിവസം കൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ എന്നോട് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള പോലെ എന്നെ നോക്കുന്നത് എന്ന് പറഞ്ഞ് നാലാമത്തെ ക്ലയൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവനും ആ പെണ്ണും തമ്മിൽ ബ്രേക്കപ്പ് ആവാൻ വേണ്ടി നിൽക്കും. ഓക്കെ, അതായത് ആ പെണ്ണാണ് പറയുന്നത് ബ്രേക്കപ്പ് വേണം, പെണ്ണാണ് ബ്രേക്കപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. ആ പെണ്ണ് പറയുന്നത് നിനക്ക് മെച്യൂരിറ്റി ഇല്ല, നീ ടോക്സിക്കാണ്, നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല, നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു കഴിവേ ഇല്ല, നിനക്ക് മെച്യൂരിറ്റി ഇല്ല, നീ സെറ്റാവത്തില്ല, നീ ജന്മത്തിൽ സെറ്റാവത്തില്ല, നീ നേരെ ആവത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പോകണം. ഓക്കെ, സത്യത്തിൽ ഞാൻ ആ ഇഷ്യൂ ഡീറ്റെയിൽ ആയിട്ട് കേട്ടപ്പോൾ ആ പയ്യൻ്റെ മിസ്റ്റേക്കാണ്. ആ പെണ്ണാണെങ്കിൽ ദൂരെ ഒരു ഹോസ്റ്റലിൽ ജോലിയുടെ കൂടെ പഠിച്ചുകൊണ്ട് നിൽക്കുക, അതായത് ജോലി അതിൻ്റെ കൂടെ പാർട്ട് ടൈം പോലെ പഠിച്ചുകൊണ്ട് നിൽക്കുക ബാക്കി സമയത്തൊക്കെ. അപ്പോൾ ഇവളുടെ ജോലി തന്നെയെന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് പോലെ അങ്ങനെ എന്തോ ഒരു ജോലി, ഇവളാണെങ്കിൽ ഫുള്ള് തിരക്കാം. ഓക്കെ, അപ്പോൾ 2 മാസമായിട്ട് തുടങ്ങിയതാണ്. 2 മാസം മുമ്പേ ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഇവർക്ക് എന്ത് ചെയ്യും, ചില സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ടി വരും. അവോയ്ഡ് ചെയ്യുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എടാ ഞാൻ ബിസിയാണ് ഇപ്പോൾ വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്താ സംസാരിച്ചാൽ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്, ഇതുപോലെ ഓരോന്ന് ചോദിച്ചിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇറിറ്റേറ്റ് ചെയ്താൽ എന്താ പ്രോബ്ലം എന്ന്. ഈ 2 മാസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണിന് എന്ത് ഫീലായെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി പോലും ഇല്ല, ഒട്ടും മെച്യൂരിറ്റി ഇല്ല, അതുപോലെ എക്സ്ട്രീം ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോക്സിക്കായിട്ട് ഫീലായി. അവർ പറഞ്ഞ് ഇല്ല നീ ടോക്സിക്കാണ്, നിനക്ക് മെച്യൂരിറ്റിയേ ഇല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ളൊരു ഇതേ ഇല്ലെന്ന് പറഞ്ഞിട്ട് അതായത് 2 മാസമായിട്ട് റിപ്പീറ്റായിട്ട് ഡെയിലി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തവണ കോൾ എടുത്തില്ലെങ്കിൽ 100 മിസ് കോളൊക്കെ ഇട്ട് ഫോൺ നിറച്ച് വെക്കും. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവസാനം അടുത്തിട്ട് ഇല്ല സെറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണ് തന്നെ, അതായത് ഈ പെണ്ണ് എല്ലായിടത്തും ബ്ലോക്കാക്കി വെച്ചേക്കുക, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, അതായത് എല്ലായിടത്തും ബ്ലോക്കാക്കി വെച്ചേക്കുക. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഓരോ 20-25 ദിവസം കഴിയുമ്പോഴേ, അതായത് കറക്റ്റായിട്ട് 25 ദിവസമല്ല, ഓരോ 25-28 ദിവസം, ചിലപ്പോൾ 30 ദിവസമായിരിക്കും, ഓരോ മാസം ആവാറാകുമ്പോൾ ചില ദിവസം ഇവളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പയ്യെ ബ്ലോക്ക് മാറ്റും. ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഏതെങ്കിലും ഒന്നും ബ്ലോക്ക് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചില സമയത്ത് ഇങ്ങോട്ട് മെസ്സേജ് ഇടും, ചില സമയത്ത് സ്റ്റോറിയൊക്കെ കാണും. അതായത് ആദ്യത്തെ ദിവസം സ്റ്റോറിയൊക്കെ കാണും, രണ്ടാമത്തെ ദിവസം ലൈക്കൊക്കെ ചെയ്യുമായിരിക്കും, മൂന്നാമത്തെ ദിവസം ഹായ് ഒക്കെ ഇട്ടിട്ട് എന്താ പരിപാടി സുഖമാണെന്നൊക്കെ ആ പയ്യനോട് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ ഈ പയ്യൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീണ്ടും നീഡിയായിട്ട് പെരുമാറാൻ തുടങ്ങും. എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും എന്ത് ചെയ്യും, എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിട്ടും. എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യുമ്പം അവന് പിന്നെ ഒരിടത്തൂടെ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും ഒരു മാസമൊക്കെ ആകുമ്പോൾ, അതായത് ഏകദേശം ഒരു 25-26-28 ദിവസം കഴിയുമ്പം പിന്നെ ഇവൾ തന്നെ പയ്യെ ബ്ലോക്ക് മാറ്റിയിടും, 1-2 എണ്ണത്തിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ബ്ലോക്ക് മാറ്റിയിടും. ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ സ്റ്റോറി കാണാൻ തുടങ്ങും, ലൈക്ക് ചെയ്യാൻ തുടങ്ങും. മൂന്നാമത്തെ ദിവസം ഇതുപോലെ എന്തെങ്കിലും വിളിച്ച് എന്തെടുക്കുക പരിപാടി ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇതുപോലെ പക്ഷേ ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീണ്ടും പഴയതുപോലെ എല്ലാം റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. അപ്പോഴെന്ത് ഈ പയ്യൻ വീണ്ടും ചേസ് ചെയ്യാൻ തുടങ്ങും, റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പം എന്ത് ചെയ്യും, വീണ്ടും എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിട്ടും. പിന്നെ ഇത് തന്നെ റിപ്പീറ്റായിട്ട് കിടക്കും ഒരു 3 തവണ, അതായത് 3 മാസത്തിൽ 3 തവണ 5-6 ദിവസം, ഓരോ മാസവും ഒരു 20-25 ദിവസം കഴിയുമ്പോൾ, 28 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു 5 ദിവസം ഇതുപോലെ കാണിച്ച് പിറ്റേ മാസം ഇത് തന്നെ കാണിച്ച് അതിൻ്റെ പിറ്റേ മാസം ഇത് തന്നെ കാണിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടാവും. ആദ്യത്തെ ക്ലയൻറ്റിൻ്റെ എക്സ് പറഞ്ഞല്ലോ വീണ്ടും പാച്ചപ്പാവ എന്ന് പറഞ്ഞിട്ട്, എന്തുകൊണ്ടാണ് പിന്നെ ഇൻട്രസ്റ്റ് കാണിക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഒരു ഗേൾ ഹോട്ട് ആൻഡ് കോൾഡ് കാണിക്കും, അതായത് ഇഷ്ടമുണ്ടെന്നും കാണിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമില്ലെന്ന് കാണിക്കുന്നു, 2 ദിവസം ഇഷ്ടമുണ്ടെന്ന് കാണിക്കും, പിറ്റേന്ന് ഇഷ്ടമില്ലെന്ന് കാണിക്കും, വീണ്ടും കൂടിയെന്ന് കാണിക്കും, കുറഞ്ഞെന്ന് കാണിക്കും. ഇത് കണ്ടുപിടിക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്. അതായത് ചിലത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല, അപ്പോൾ അത്ര പാടുള്ള കാര്യമാണ്. മെയിനായിട്ട് ഒരുപാട് റീസൺ ഉണ്ട്, മെയിനായിട്ട് 2ആയിട്ട് തിരിക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ ചെറിയ റീസൺ വേറെ ഒരുപാടുണ്ട്. മെയിനായിട്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് നമ്മൾ സൈക്കോളജിക്കലി മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എക്സാമ്പിൾ, നമ്മളിപ്പം അവൈലബിലിറ്റി ഒരുപാട് കൊടുത്തെന്ന് വെച്ചോ, ഒരുപാട് കൊടുക്കുന്ന ദിവസങ്ങളിൽ നമ്മളോട് ഇൻട്രസ്റ്റ് ചെയ്യില്ല. ഒരു 3 ദിവസം അവരെന്തെങ്കിലും ബിസി ആയിരിക്കും, അല്ലെങ്കിൽ 3 ദിവസം നമ്മളെന്തെങ്കിലും ബിസി ആയിപ്പോയെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴെന്ത് പറ്റും, അവർ തന്നെ ഇൻട്രസ്റ്റ് കൂടിയതുപോലെ കാണിക്കും. ഓക്കെ, ഇതുപോലെ നമ്മുടെ അവൈലബിലിറ്റി കൂടുമ്പോഴേ ഇൻട്രസ്റ്റ് ഇല്ലാത്തപോലെ കാണിക്കും. നമ്മുടെ അവൈലബിലിറ്റി കുറഞ്ഞു തുടങ്ങുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വിളിച്ച് നല്ല ഇൻട്രസ്റ്റ് സംസാരിക്കും. ഓക്കെ, അപ്പോഴും നമുക്ക് അവൈലബിലിറ്റിയെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, ചില സമയത്ത് നല്ലപോലെ മിണ്ടുന്നത്, ചില സമയത്ത് മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ബിഹേവിയർ
നമ്മൾ പോലും അറിയാതെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണമായിരിക്കും. അതൊന്നാമത്തത്. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് കുഴപ്പം മൊത്തമുള്ളത്. ഇത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. കാരണം ഇത് മെയിനായിട്ട് ഇതിലേറ്റവും കൂടുതലുള്ളത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിലായിരിക്കും. അതായത് അവരുടെ പേഴ്സണൽ ലൈഫിൽ, അവരുടെ മാത്രമായിട്ടുള്ള ലൈഫിൽ വരുന്ന കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, അതായത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അടിസ്ഥാനമൊക്കെ ആയിരിക്കും ഈ കാര്യമുള്ളത്. അത് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. കാരണം നമ്മളുടെയും അവളുടെയും വിഷയത്തിലായിരിക്കത്തില്ല പ്രോബ്ലം ഉള്ളത്. നമ്മുടെ രണ്ടുപേരുടെ ഇടയിലായിരിക്കത്തില്ല. അവളുടെ മാത്രം കേസിലായിരിക്കും പ്രോബ്ലം ഉള്ളത്. ഓക്കെ, അവളുടെ പേഴ്സണൽ ഇത് മാത്രം. അതെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് വളരെ ഇതായിരിക്കും. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞ് എന്തുവാ, റിലേഷൻഷിപ്പിൽ 4 മാസം റിലേഷൻ ഉണ്ടായിരുന്നു. എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അതായത് പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള പോലെ അത്ര ഒന്നുമില്ല, തുടക്കത്തിലുള്ള പോലെ അത്ര സന്തോഷമൊന്നും തോന്നുന്നില്ലെന്ന് അവൾ പറഞ്ഞ്. അതായത് ബോറിംഗ് ആയിട്ട് തുടങ്ങി റിലേഷൻഷിപ്പ്. അവൾക്ക് ബോറടിച്ച് തുടങ്ങി എന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവനും അങ്ങോട്ട് വഴക്കിട്ട്. കാരണം അവനും കുറച്ച് സ്ട്രോങ് പോലെ അവൻ അങ്ങോട്ട് വഴക്കിട്ടിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ രണ്ടുപേരും ബ്ലോക്ക് ചെയ്ത് 2 മാസം വിളിച്ചതില്ല. അതായത് 2 മാസം അവൻ അങ്ങോട്ട് വിളിച്ചതില്ല. അതായത് 2 മാസം നോ കോണ്ടാക്റ്റ് ആയിരുന്നു. നോ കോണ്ടാക്റ്റിൽ ഈ 4 മാസത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അതായത് 2 മാസം ആകുമ്പോൾ ഞാൻ നോ കോണ്ടാക്റ്റിനെ കുറിച്ച് മുമ്പേ വീഡിയോ ചെയ്തല്ലോ. 2 മാസമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കംപ്ലീറ്റ് നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് ആ പയ്യൻ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ കംപ്ലീറ്റ് നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് അവൾക്ക് അവളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എല്ലാം ഫെയ്ഡായിട്ട് പോകുന്ന സമയം കിട്ടി. അതുപോലെ അവൈലബിലിറ്റി മൊത്തത്തിൽ സ്റ്റോപ്പായി. ഓക്കെ, അവൈലബിലിറ്റി മൊത്തത്തിൽ സ്റ്റോപ്പായി. ആ പയ്യൻ്റെ എഫേർട്ട് മൊത്തത്തിൽ സ്റ്റോപ്പായി. അപ്പോൾ ആ പയ്യൻ്റെ ബോറിംഗ് എന്നുള്ള കാര്യം മറന്നിട്ട് നെഗറ്റീവ് എല്ലാം ഫെയ്ഡായി പോകും. മറന്നു പോയിട്ട് പോസിറ്റീവ് മാത്രം വെളി വരാൻ തുടങ്ങും. അതായത് എക്സാമ്പിൾ, ഇപ്പം ഞാൻ മുമ്പൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ നമുക്ക് ഇഷ്ടമല്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ സ്കൂൾ നമുക്ക് മിസ് ചെയ്യാൻ തുടങ്ങും. സ്കൂളിലുള്ളപ്പോൾ നെഗറ്റീവ് ആയിരിക്കും നമുക്ക്. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്കൂളിൻ്റെ പോസിറ്റീവിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. ഇതുപോലെ ആ പെണ്ണിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ആ പെണ്ണിന് നോ കോണ്ടാക്റ്റിലായിരുന്നു. പിന്നെ നോ കോണ്ടാക്റ്റിലായതുകൊണ്ട് തന്നെ ആ പയ്യനെ ചെറിയ ഹൈ വാല്യൂ ആയിട്ട് തോന്നും. അതായത് ആ പയ്യൻ അങ്ങോട്ട് പോയി ചേസ് ചെയ്തതേ ഇല്ല. ഓക്കെ, ആ പയ്യൻ നോ കോണ്ടാക്റ്റിന് ശേഷം ബ്രേക്കപ്പിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ പയ്യൻ അങ്ങോട്ട് ചേസ് ചെയ്യാൻ പോകാത്തതുകൊണ്ട് തന്നെ ഈ പെണ്ണിന് അവനെ കുറച്ച് ഹൈ വാല്യൂ തോന്നും. ഓക്കെ, അതുകൊണ്ട് തന്നെ വീണ്ടും അവനെ പോയി അപ്രോച്ച് ചെയ്യണമെന്നൊരു മൈൻഡ് ഓൾറെഡി കാണും. പക്ഷേ ഇങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിലും ആ പെണ്ണ് സ്ഥിരമായിട്ട് ചേസ് ചെയ്യേണ്ട. അതായത് ഒരു തവണ ആ പയ്യനോട് ചെന്ന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തു. ഓക്കെ, എന്നാലും വീണ്ടും അവനെ ഇത് ചെയ്യണ്ട. 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം ഇങ്ങനെ. അതായത് ഒരു പെണ്ണ് ഒരുത്തനെ ഹൈ വാല്യൂ ആയിട്ട് കാണുന്നെങ്കിൽ അവനെ പ്രപ്പോസ് ചെയ്യും. പ്രപ്പോസ് ചെയ്തിട്ട് ആ പയ്യെ റിജക്റ്റ് ചെയ്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ നിർത്തത്തില്ല. പിന്നെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആണുങ്ങൾ ചെയ്യുന്ന സെയിം പരിപാടി തന്നെ അവരും ചെയ്തുകൊണ്ടിരിക്കും. പ്രപ്പോസ് റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ കളഞ്ഞിട്ട് പോകത്തില്ല. ചിലർ കളഞ്ഞിട്ട് പോകും, പക്ഷേ മോസ്റ്റ്ലി ചേസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആണുങ്ങളായാലും പ്രപ്പോസ് റിജക്റ്റ് ചെയ്താലും പോയി ഒരു 5-6 മാസം ചേസ് ചെയ്തിട്ടായിരിക്കും റിസൾട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ വിടുന്നത്. അപ്പോൾ ഈ പെണ്ണ് അങ്ങനെയൊന്നും ചെയ്തില്ല. പിറ്റേന്ന് തന്നെ, അതായത് അന്നത്തെ ഒരു ദിവസം നല്ലപോലെ കെഞ്ചി. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചത് നിങ്ങളോട് എങ്ങനെയൊക്കെ സംസാരിച്ചാൽ. അപ്പോൾ ആ പെണ്ണ് നല്ലപോലെ കെഞ്ചിട്ടുണ്ട്. പക്ഷേ പിറ്റേന്ന് മുതൽ ആ പെണ്ണിന് ഒട്ടും താല്പര്യമില്ലാത്ത പോലെ ബിഹേവ് ചെയ്താൽ. അപ്പം ഞാനും ആ ക്ലയൻറ്റും കൂടെ ഡീപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവളുടെ ബിഹേവിയർ അങ്ങനെയൊക്കെ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അതുപോലെ സംസാരിച്ചിരുന്നപ്പോഴേ ഒരു കാര്യം പറഞ്ഞു. അതായത് ആ പെണ്ണ് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവൾ എന്തോ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് 3 ദിവസത്തെ ടൂറിന്, അതും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള പ്ലേസിൽ. അതുപോലെ തന്നെ ഈ ടൂറിന് മുമ്പ് ഇവൾ ഒറ്റയ്ക്ക്, അതായത് ഇവൾ സിംഗിളാണ്, ഇവൾ വേറെ കമ്മിറ്റഡ് ആയിട്ടില്ല. ഇവൾ സിംഗിളാണ്, പക്ഷേ ഇവളുടെ കൂടെയുള്ള എല്ലാ പെണ്ണുങ്ങളും കമ്മിറ്റഡാണ്. ഓക്കെ, എല്ലാ പെണ്ണുങ്ങളും കമ്മിറ്റഡാണ്. എല്ലാ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ലവറും ഉണ്ട്. അവർ റൊമാൻറ്റിക് ആയിട്ടുള്ള പ്ലേസിൽ പോകുന്നു. 3 ദിവസത്തെ ട്രിപ്പിനായിരുന്നു പോയത്. ഇവൻ അന്വേഷിച്ച് പറഞ്ഞു തന്നു. 3 ദിവസത്തെ ട്രിപ്പിനായിരുന്നു പോയിരുന്നത്. 3ാമത്തെ ദിവസമായിരുന്നു ഈ പെണ്ണ് ഇവനെ വിളിച്ചത്. ഓക്കെ, അതായത് ഈ പെണ്ണ് എക്സിനെ, എൻ്റെ ക്ലയൻറ്റിനെ വിളിച്ചത്. അത് അങ്ങനെ മനസ്സിലായി. അപ്പോൾ ഇത് മനസ്സിലായ എന്തോന്ന് വെച്ചാൽ ഈ പെണ്ണ് ഓൾറെഡി ഇവൾ സിംഗിളായിട്ട് നിൽക്കും. ഓക്കെ, സിംഗിളായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ബാക്കി പയ്യന്മാർ, അതുപോലെ പെണ്ണുങ്ങൾ, ഇവരെല്ലാവരും റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്ന കാണുമ്പം നമുക്കും എന്ത് ചെയ്യും, നമുക്കും കമ്മിറ്റഡ് ആവണം എന്നൊരു ഇത് വരും. അതുപോലെ അവർ സെക്ഷുവലി കിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ തമ്മിൽ റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്നത് കാണുമ്പം ആ പെണ്ണിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ പെണ്ണ് സെക്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ എനിക്കും ഒരു ബോയ് ഫ്രണ്ട് വേണം, ഇതുപോലെ ചിന്തിക്കാൻ തുടങ്ങി. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവളുടെ ഉള്ളിൽ വരുന്ന ആൾ ആരാന്ന് വെച്ചാൽ അപ്പോഴേ നോ കോണ്ടാക്റ്റ് കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പെണ്ണിന്
ആ പയ്യനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ 4 മാസം പണ്ട് 4 മാസം റിലേഷനുള്ളപ്പോൾ കിസ് ചെയ്തതൊക്കെ ഓർമ്മ വരുമായിരിക്കും. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പയ്യനെ നല്ല ഹൈ വാല്യൂ ആയിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പയ്യനെ മിസ്സും ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ പയ്യൻ ബ്രേക്കപ്പിന് ശേഷം ചേസ് ചെയ്തതേ ഇല്ല. ഓക്കെ, അപ്പോൾ നല്ല ഹൈ വാല്യൂ ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വേറെ പയ്യന്മാരായിട്ട് മിണ്ടലൊക്കെ കുറവായിരിക്കും, അല്ലെങ്കിൽ ചെറുതായിട്ട് മിണ്ടുന്നൊക്കെ ഉള്ളതായിരിക്കും അവൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൾ കംഫർട്ടബിളായിട്ടുള്ള പയ്യനായിട്ട് അവൾക്ക് തോന്നുന്നത്, അവൾ നല്ല അടുപ്പത്തിലായിട്ടുള്ള പയ്യനായിട്ട് തോന്നുന്നത് ഈ എക്സ് പയ്യനെ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 3-ാമത്തെ ദിവസം അവൾക്ക് നല്ല ഈ കൺട്രോൾ കിട്ടാതെ വന്നിട്ട് ഇവളെന്ത് ചെയ്ത്, അതായത് ഒന്നാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും അവൾ എന്ത് ചെയ്യുകയാണ്, ഈ അവളുടെ കൂട്ടുകാരികൾ പയ്യന്മാരുടെ കൂടെ, ലവറായിട്ടുള്ള പയ്യന്മാരുടെ കൂടെ കിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നല്ല റൊമാൻറ്റിക്കായിട്ട് സ്ഥലങ്ങളൊക്കെ കാണുന്നതോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. 2-ാമത്തെ ദിവസം കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. 3-ാമത്തെ ദിവസമായപ്പോൾ ഇവളെന്ത് ചെയ്തു, ഉള്ളിലിങ്ങനെ ഏങ്ങാൻ തുടങ്ങി ഒരാളിന് വേണ്ടി. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് അവൾ നല്ല അടുപ്പത്തിലുള്ള ആരാന്ന് വെച്ചാൽ വേറെ ഒരുപാട് പയ്യന്മാരോട് മിണ്ടുമെങ്കിലും നല്ല അടുപ്പത്തിലുള്ള പയ്യൻ ആ എക്സ് പയ്യനാണ്. അപ്പോൾ എന്ത് പറ്റും, അവനെ തന്നെ വിളിച്ച്, മനസ്സിലായി. അപ്പോഴും ഇവൾ റിലേഷൻഷിപ്പിലാവാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റ് നിൽക്കും, അതായത് അപ്പോഴത്തെ ഒരു ഇമോഷൻ്റെ പുറത്ത് നല്ല ഇൻട്രസ്റ്റ് നിൽക്കുവാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവൾ ആ പയ്യനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് റിലേഷൻഷിപ്പിൽ വീണ്ടും വരാം. അപ്പോൾ ആ പയ്യൻ കുറച്ച് സ്ട്രോങ്ങാണ്, അതുകൊണ്ടല്ല അവൻ നോ കോണ്ടാക്റ്റ് അങ്ങോട്ട് പോയി ചേസ് ചെയ്തില്ല ബ്രേക്കപ്പ് നടന്നപ്പം. അതുകൊണ്ട് തന്നെ ഈ പയ്യൻ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് അന്ന് ബ്രേക്കപ്പ് പറഞ്ഞ് പോയതല്ലേ, അപ്പോൾ നീ അന്ന് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയോളാം, ഇന്നെന്തിനാ നീ പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് അവനൊരു അത്ഭുതവും വന്ന്, പെട്ടെന്ന് എന്താ വന്ന് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് അവനെന്ത് പറ്റി, അവൻ അക്സെപ്റ്റ് ചെയ്തില്ല. അവൻ പറഞ്ഞ് ആലോചിക്കട്ടെ, കുറച്ച് ജാട കാണിച്ച്. പക്ഷേ പിറ്റേന്ന് അവന് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അവളെ വേണമെന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് വട്ട് കളിപ്പിക്കാമെന്ന് വെച്ചാൽ, അതായത് ഇവളെന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ, നല്ലപോലെ കെഞ്ചുന്നുണ്ട്. അതായത് ചെറുതായിട്ട് ഞാൻ ആലോചിക്കട്ടെ ഇങ്ങനൊന്നും പറഞ്ഞാൽ ഇവൾ പോകത്തില്ല, ഇവൾ ഒരു 5-6 ദിവസമൊക്കെ കെഞ്ചുമായിരിക്കും എന്നൊരു ഐഡിയയിലാണ് അവനും ഇരിക്കുന്നത്. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ അന്നവൻ പറഞ്ഞ് ഞാനത് ആലോചിക്കട്ടെ, നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ ഇരിക്കാം, ഇങ്ങനെ കുറേ ജാട കാണിച്ച് അവൾ നല്ലപോലെ കെഞ്ചുന്നുണ്ടായിരുന്നു. അപ്പം ഇവനെന്ത് ചെയ്ത് ആദ്യത്തെ ദിവസം ഇങ്ങനെ പോയി. പിറ്റേന്ന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വിളിച്ചതേ ഇല്ല, പിറ്റേന്ന് വിളിച്ചതുമില്ല, മെസ്സേജ് വിട്ടില്ല. അതിൻ്റെ തലേന്നാണെങ്കിൽ അവൾ വീഡിയോ കോളൊക്കെ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വിളിച്ചെന്ന് പറഞ്ഞു ഒരു ദിവസം, അന്ന് വീഡിയോ കോൾ ചെയ്യുക കാണാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോളൊക്കെ ചെയ്തായിരുന്നു. വീഡിയോ കോൾ ചെയ്തിട്ട് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്. പിറ്റേന്ന് വിളിച്ചതുമില്ല, ഓഡിയോ കോളും ഇല്ല, മെസ്സേജും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പയ്യൻ എന്തോ പറ്റി ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം ഈ പയ്യൻ ചിന്തിച്ചത്, ഇവളവിടെ പോകാനാ, എൻ്റെ കയ്യിലല്ലേ കൺട്രോൾ ഇരിക്കുന്നത്, ഇവളല്ലേ എന്നെ ചേസ് ചെയ്യുന്നത്, ഇവളിനി എന്നെ ചേസ് ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു ഐഡിയയിലിരുന്ന ഇവൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പിറ്റേന്ന് മുതൽ ആളെ കാണാനില്ല. അപ്പോൾ ഇവന് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം ഇവൾ മൊത്തത്തിൽ എഫേർട്ട് മൊത്തം സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ഇവന് ടെൻഷൻ ആവാൻ തുടങ്ങി. ഇവൻ എന്തെന്ന് വെച്ചാൽ അങ്ങോട്ടൊന്ന് മെസ്സേജ് ഇട്ട് നോക്കി, 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് മെസ്സേജ് ഇട്ട് നോക്കി. കാരണം ഇവനും 2 ദിവസം കഴിഞ്ഞ് യെസ് പറയാമെന്നൊരു ഐഡിയയിലിരുന്നേ, ഒരു 1-2 ദിവസം ഇവളൊന്ന് പുറമെ നടത്തിയിട്ട് യെസ് പറയാം, വീണ്ടും റിലേഷനിൽ വരാം എന്ന് പറഞ്ഞൊരു ഐഡിയയിലിരുന്നേ. ഓക്കെ, അതായത് റിലേഷൻഷിപ്പ് പൊട്ടാൻ കാര്യം ജസ്റ്റ് ഒന്ന് ബോറായിട്ട് തോന്നിയുണ്ടാവും, അല്ലാതെ ട്രസ്റ്റ് ഇഷ്യൂ വലിയ വഴക്കോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ 2 പേർക്കും കുറച്ച് നാൾ കഴിയുമ്പം വീണ്ടും റിലേഷനിൽ വരാൻ തോന്നും ഈ കേസിൽ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കേട്ടപ്പോഴാണ് മനസ്സിലായത് ആ പെണ്ണിന് അപ്പോഴും തോന്നിയൊരു ഇൻട്രസ്റ്റാണ്. അതായത് കൂടെ ഉള്ളവരൊക്കെ, അതായത് എവിടെ നോക്കിയാലും കപ്പിൾസ്, അപ്പോൾ എന്തുപറ്റും ഓട്ടോമാറ്റിക്കായിട്ട് കപ്പിൾ വേണമെന്ന് തോന്നും. എവിടെ നോക്കിയാലും റൊമാൻസ്, അപ്പോൾ എന്തുപറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കും റൊമാൻസ് വേണമെന്ന് തോന്നും. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പോഴും വിളിച്ച്, അപ്പോഴും വേണമെങ്കിൽ ഇവൻ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അവർ തമ്മിൽ റിലേഷൻ ആയനെ. പക്ഷേ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ, ആ ഒരു മൊമെൻറ്റം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് എന്ത് ചെയ്ത് വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് വരാൻ തുടങ്ങി. അതായത് ഒരു 3 ദിവസം റൊമാൻറ്റിക്കായിട്ടുള്ള പ്ലേസിലൊക്കെ നിന്നതുകൊണ്ട് 3 ദിവസം നല്ലൊരു ഇൻട്രസ്റ്റ് വന്ന് 3 ദിവസം കഴിഞ്ഞ് നാട്ടിൽ വന്ന് വീണ്ടും എന്ത് ചെയ്ത് പഴയ ലൈഫ് തന്നെ ജീവിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് അവനെ വേണമെന്നൊരു ഫീൽ അവൾക്ക് വരുന്നില്ല. കാരണം മനസ്സിലായ അപ്പോഴത്തെ ഒരു ഇമോഷൻ, ആ ഇമോഷൻ്റെ പുറത്ത് അവൾ ഡിസിഷൻ എടുത്തതാണ് അവനെ വേണമെന്നുള്ളത്. ആ ഇമോഷൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. അപ്പോഴത്തെ ഒരു ഇമോഷൻ കഴിഞ്ഞപ്പോൾ അപ്പോഴും വേണമെങ്കിൽ അവന് പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അവന് വീണ്ടും കമ്മിറ്റഡ് ആവാൻ പറ്റുമായിരുന്നു. അവൻ എന്ത് ചെയ്ത് അപ്പോഴും അവന് വലിയ കൺട്രോൾ കിട്ടിയതുപോലെ അവൻ ചാട കാണിച്ച് അത് അവൻ സ്പോയിലാക്കി കളഞ്ഞ്. അവൾ ചിലപ്പോൾ ഒരുപാട് പയ്യന്മാരോട് മിണ്ടുമായിരിക്കും, പക്ഷേ റൊമാൻറ്റിക്കായിട്ട് അതുപോലൊക്കെ ആലോചിക്കുമ്പം ഓൾറെഡി നല്ല അടുപ്പമുള്ള, അതായത് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല അടുപ്പമുള്ള, നല്ല കംഫർട്ടബിളായിട്ടുള്ള അങ്ങനെ ഒരാളിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചുമ്മാ മെസ്സേജ് ഇടുമ്പം മിണ്ടുന്ന പയ്യന്മാരെ വിളിക്കാൻ തോന്നത്തില്ല. ഓക്കെ, ഓൾറെഡി മുമ്പ് തന്നെ നല്ല അടുപ്പത്തിലുള്ള ഒരു പയ്യനെ വിളിക്കാൻ തോന്നും. അത് അത്രയും വലിയൊരു അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പോഴത്തെ ഒരു ഇമോഷനെ അവർ ചിന്തിച്ചതാണ്. പക്ഷേ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ വീണ്ടും എന്താണ് പഴയ പോലെ ആണുങ്ങളോട് മിണ്ടിക്കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോഴെന്താണ് അവിടെ ഒരുപാട് ട്രസ്റ്റ് വേണം, അല്ലെങ്കിൽ നല്ല അടുപ്പമുണ്ടെങ്കിൽ മിണ്ടാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. ആരോട് വേണമെങ്കിലും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ എന്തുപറ്റി വീണ്ടും അവൾക്ക് ഒരുപാട് പയ്യന്മാരോട് മിണ്ടിക്കൊണ്ടിരിക്കുക.
മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റി, ഓട്ടോമാറ്റിക്കായിട്ട് ആ പയ്യനോടുള്ള ഇൻട്രസ്റ്റ് പോയി. പിന്നെ ആ ഇൻട്രസ്റ്റ് വന്നതേ ഇല്ല. ഇനി രണ്ടാമത്തെ ക്ലയൻറ്റിൻ്റെ കാര്യം നോക്കാം. രണ്ടാമത്തെ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു പെണ്ണുമായിട്ട് തുടക്കത്തിൽ നല്ലപോലെ മിണ്ടിക്കൊണ്ടിരുന്നതാണ്. പയ്യെ പയ്യെ അവളുടെ ഇൻട്രസ്റ്റ് കൂടി വരുന്നു. അവളും ഇങ്ങോട്ട് വിളിക്കുന്നു, അവളും ഡെയിലി വിളിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി സംസാരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് പ്രപ്പോസ് ചെയ്തപ്പോൾ അവളുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടോ. അതായത് മുമ്പ് വിളിക്കുന്ന പോലൊന്നും ഇപ്പോൾ വിളിക്കുന്നില്ല. എങ്കിൽ പോലും ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം നല്ല ഇൻട്രസ്റ്റ് പോലെ ഇങ്ങോട്ട് തന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ അവളുടെ മുഖത്ത് നല്ല എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ തന്നെ നല്ല എക്സൈറ്റ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള പോലെ അവളുടെ മുഖത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അവളുടെ സംസാരത്തിൽ തന്നെ അറിയാം നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു വന്ന ഒരു ക്ലയൻറ്റ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രപ്പോസ് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റ് ഡൗൺ ആവും. അങ്ങനെ ഒരു പ്രോസസ്സ് കൂടെ നടക്കും തന്നെത്താനെ അവരുടെ ഉള്ളിൽ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ, അതായത് ശ്രദ്ധിച്ചേട്ടോ, ഒരു ഗേളിന് നമ്മളൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്താൽ അവൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവൾക്കും 100% ഇൻട്രസ്റ്റ് നമ്മളോട് വേണം. നമുക്ക് 100% ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തത്, അതുപോലെ അവർക്കും വേണം. ഓക്കെ, അവർക്ക് നമ്മളെ വേണം എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ മിണ്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു 60%, പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകുന്നത് 70%, അത്രയൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രേമിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് നല്ലൊരു ഇൻട്രസ്റ്റിന് നമ്മൾ പ്രേമിക്കാനുള്ള ഇൻട്രസ്റ്റായിട്ട് തെറ്റിദ്ധരിച്ച് പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ ഉള്ളതും കൂടെ കുറേ ഡൗൺ ആവും. അതായത് മനസ്സിലാക്കേണ്ടത്, റിജക്റ്റ് എപ്പോഴാണോ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഇഷ്ടത്തിൽ കുറച്ചങ്ങ് ഡൗൺ ആവും, ഇൻട്രസ്റ്റ് കുറച്ചങ്ങ് കുറയും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരെടുക്കുന്ന എഫേർട്ട് കുറയും, പിന്നെ അവരിങ്ങോട്ട് വിളിക്കുന്നതൊക്കെ കുറയും, പിന്നെ അവർ അവൈലബിലിറ്റി തരുന്നതൊക്കെ കുറയും, നമ്മളോട് മിണ്ടാനുള്ള താല്പര്യം കുറയും. ഓക്കെ, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. എക്സാമ്പിളിന് പറയുക, ഒരു പെണ്ണിന് എന്നോട് 70% ഉണ്ടെന്ന് വെച്ചോ, 70% എന്നോട് പുറത്തൊക്കെ കറങ്ങാൻ വരുന്നുണ്ട്, നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോഴും 30% കൂടെ വന്നാലേ പ്രപ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്താൽ അവളുടെ ക്യൂരിയോസിറ്റി പോവും. അതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് ക്യൂരിയോസിറ്റിയും പോവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നെ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ 70% മാറി കുറഞ്ഞൊരു 50% ആവും. അതായത് അവർക്കൊരു ഐഡിയ കാണത്തില്ല. 50% നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കാണും. 50% എന്ന് പറഞ്ഞാൽ വേണോ വേണ്ടേ, അതായത് 50% വേണം, ബാക്കി 50% വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒരു ഡൗട്ടായിരിക്കും വേണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ എപ്പോഴെങ്കിലും ആലോചിക്കാം, എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല, ആലോചിച്ചിട്ട് പറയാം, പിന്നെ ആലോചിക്കാം, കുറച്ചാളും മിണ്ടാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അകറ്റി വിടും. അപ്പോൾ ഈ പയ്യൻ്റെ കേസിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പയ്യനോട് ഇൻട്രസ്റ്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്, എഫേർട്ടൊന്നുമില്ല, എന്നാലും ഞായറാഴ്ച ദിവസം നല്ലപോലെ മിണ്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവനോട് ഡീറ്റെയിലായിട്ട് ഇങ്ങനെ ചോദിച്ച് എനിക്കാണെങ്കിൽ ഉത്തരം കിട്ടുന്നില്ല. എന്തോ കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മൈര് എനിക്കൊരു സൈക്കോളജി അറിയത്തില്ലേടാ, ഇങ്ങനെയൊക്കെ ഞാനും ചിന്തിക്കുവാണ്, എനിക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ കുറേ ഡീറ്റെയിലായിട്ട് കേട്ടപ്പോൾ മനസ്സിലായി എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ പെണ്ണും ഇതുപോലെ ഞായറാഴ്ച ദിവസത്തിൽ അവളുടെ ഫ്രണ്ടിന് വേണ്ടി, അതായത് അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി കൂട്ടിന് പോകും. എവിടെ പോകുമെന്ന് വെച്ചാൽ കൂട്ടുകാരിയുടെ കൂടെ പാർക്കിൽ കൂട്ടിന് പോകും. ഓക്കെ, പാർക്കിൽ കൂട്ടിന് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അവിടെ വേറൊരു പയ്യൻ വരും. വേറൊരു പയ്യൻ ആ പെണ്ണിൻ്റെ ലവറാണ്, അതായത് കൂട്ടുകാരിയുടെ ലവറാണ്. ഇവർ രണ്ടുപേരുടെ പാർക്കിലിരിക്കുമ്പോൾ ഈ പെണ്ണ് ചുമ്മാ കൂട്ടിനിരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് ആ പെണ്ണിനെ വിടണമെങ്കിൽ ഈ പെണ്ണില്ലേ, എൻ്റെ ക്ലയൻറ്റിൻ്റെ പെണ്ണ്, അവളുടെ പേര് പറഞ്ഞ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ വീട്ടിൽ നിന്ന്. അതായത് അമ്മ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ കറങ്ങാൻ പോയെന്ന് പറഞ്ഞിട്ട് മറ്റേ പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പുറത്തിറങ്ങിയാലേ കാമുകനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാമുകനെ കാണാൻ വേണ്ടി പുറത്ത് പോകുന്നതിന് വേണ്ടി ഈ കൂട്ടുകാരി പെണ്ണിനെയും കൂടെ വിളിച്ചോണ്ട് പോകും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ കൂട്ടുകാരി പാർക്കിൽ വന്നിരിക്കുവാണ്, ലവർ വരുന്നുണ്ട്, അവർ രണ്ടുപേരും പാർക്കിലിരിക്കുവാണ്. അപ്പോഴും മറ്റേ പെണ്ണെന്താ, ഈ എൻ്റെ ക്ലയൻറ്റിൻ്റെ പെണ്ണുണ്ടല്ലോ, അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമായിരിക്കും. അപ്പോൾ പാർക്കിലിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വി നീഡ് റൊമാൻറ്റിക് സെക്സ് അതുപോലൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോഴും നമ്മളെന്ത് പറ്റും, അപ്പോൾ ആ പെണ്ണ് ആരെ വിളിക്കാൻ തോന്നുന്നു വെച്ചാൽ, ഈ പയ്യനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആരോടാ, എൻ്റെ ക്ലയൻറ്റിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അവൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തെങ്കിൽ പോലും അവനോടുള്ള മൊത്തം ഇൻട്രസ്റ്റ് ഡൗൺ ആയി കാണത്തില്ല, അതായത് മൊത്തം ഇൻട്രസ്റ്റും പോയി കാണത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെണ്ണ് ഒരു പയ്യനോട് മിണ്ടിക്കൊണ്ടിരിക്കുമെന്ന് വെച്ചോ, ചേസ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ, അതായത് ഇൻട്രസ്റ്റ് ചില സമയത്ത് അവോയ്ഡ് ചെയ്യുന്നു, ചില സമയത്ത് മിണ്ടുന്നു, ഇതുപോലെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. തുടക്കത്തിൽ തന്നെ ഒരു പയ്യനോട് ഒരു പെണ്ണ് നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പയ്യെ ഡെയിലിയൊക്കെ വിളിക്കാൻ തുടങ്ങുന്നു, അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പ്രപ്പോസ് ചെയ്താലും അവിടെ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, റിജക്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഡൗൺ ആവത്തേ ഉള്ളൂ, മൊത്തത്തിൽ അതില്ലാതായി പോകത്തില്ല.
അതായത് ഇപ്പോൾ ഒരു 70% ആ പയ്യനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ചോ, അത് കുറഞ്ഞൊരു 50% അല്ലെങ്കിൽ 55, 60%, ഓക്കെ 60 നിൽക്കത്തില്ല, ഒരു 55 അത്രയൊക്കെ ആയതേ ഉള്ളായിരിക്കും. അതായത് അത് മൊത്തത്തിൽ പോയി കാണത്തില്ല. അപ്പോഴും ആ പയ്യനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അവന് വേണമെന്ന് തോന്നത്തില്ല. അതായത് പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് തോന്നത്തേ ഇല്ല. അവൻ്റെ കൂടെ ഒരുപാട് നാൾ ജീവിക്കണം, അവനെ എനിക്ക് വേണം എന്നൊരു ഫീല് കാണത്തില്ല, പ്രേമിക്കണം ഇങ്ങനെ കാണത്തില്ല. എന്നാൽ ആ പയ്യനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർക്കിൽ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ പോയിരിക്കുമ്പോൾ എന്ത് ഫീലാണെന്ന് വെച്ചാൽ ഒരു 1-2 മണിക്കൂർ സ്വസ്ഥമായിട്ടിരിക്കും. അതായത് എന്തുവാടെ കപ്പിൾസ് എല്ലാവരും ഇങ്ങനെയാണല്ലോ, എനിക്ക് മാത്രം പയ്യനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിങ്ങനെ ഇരിക്കും. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഒക്കെ ആകുമ്പോഴേക്ക് ഈ പെണ്ണിന് കുരു പൊട്ടാൻ തുടങ്ങും. അതായത് വേറെ മീനിങ് ഒന്നുമല്ല, കൺട്രോൾ പൊട്ടാൻ തുടങ്ങും. കൺട്രോൾ പൊട്ടിയിട്ട് അപ്പോഴ് ആ പെണ്ണിൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ ആ പെണ്ണ് നോക്കുമ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാരാ, ആ പെണ്ണ് അപ്പോഴത്തെ ഒരു ഇമോഷൻ്റെ ഇതിൽ ആരെങ്കിലും അന്വേഷിക്കും. അതായത് നമുക്ക് റൊമാൻറ്റിക് ആവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സെക്സ് ആവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പോസിറ്റ് ജെൻഡറിനെ വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് അതുപോലെ ബെസ്റ്റായിട്ടുള്ള ഒരാളിനെ നമ്മൾ പോലും അറിയാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ. അപ്പോഴാ പെണ്ണ് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആ പെണ്ണിന് കുറച്ചെങ്കിലും അടുപ്പമുള്ളത്, കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ളത് ആ പയ്യനാണ്. അപ്പോഴെന്ത് പറ്റും, ഈ പയ്യനോട് നല്ലൊരു ഇൻട്രസ്റ്റ് കൂടും. അതായത് ഒരാളിനെ വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം വേണമെന്ന് തോന്നുമ്പോൾ അടുത്തുള്ള പയ്യനാരാ, അതായത് അവളെ കൊണ്ട് പറ്റുന്ന പയ്യനാരാ, മിണ്ടാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള പയ്യൻ, ആ പയ്യനാണ് ക്ലൈൻറ്റ് പയ്യനാണ്. ഓക്കെ, അപ്പോൾ ആ പയ്യനെ വിളിക്കാൻ തോന്നും. അപ്പോൾ എന്ത് പറ്റും, ഒരു 55% മാറിയിട്ട് ഒരു 65% ആവും ഇൻട്രസ്റ്റ്. അവൾ അങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യും, അവൾ തന്നെ വിളിക്കും. എന്ത് പറ്റുമെന്ന് വെച്ചാൽ നല്ലപോലെ മിണ്ടിക്കൊണ്ടിരിക്കും. അവൾ തന്നെ അങ്ങോട്ട് എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കും. ഇതുപോലെ അവൾ തന്നെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. അവൾ തന്നെ നല്ല എക്സൈറ്റ് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. അതായത് എടാ എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്ത് വെക്കടാ, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കടാ എന്ന് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അവൾ പോലും അറിയാതെ. അത് അവൾ വാതറൊന്നും പറയത്തില്ല. അവൾ ഉള്ളിൽ ചിന്തിക്കുന്നത്, നീ കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് എന്നെ വീണ്ടും റിലേഷനിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മനസ്സിലായോ? ഒരു കേള് നമ്മളോട് മിണ്ടുമ്പോൾ അവരോലും അറിയാതെ നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് വയ്ക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർക്കറിയത്തില്ല അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന്. പക്ഷേ നമ്മൾ സൈക്കോളജിക്കലി ആലോചിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ അന്നത്തെ ദിവസം പോയി വീട്ടിലൊക്കെ വന്ന് വീണ്ടും നോർമൽ ലൈഫ് ജീവിക്കാൻ തുടങ്ങി. തിങ്കളാഴ്ച ആകുമ്പോൾ എന്ത് പറ്റും, വീണ്ടും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറച്ചായിരിക്കും. അതായത് ഒരു 50% ഇൻട്രസ്റ്റേ കാണത്തുള്ളൂ. ലേറ്റായിട്ട് റിപ്ലൈ കൊടുക്കും. അതുപോലെ അങ്ങോട്ട് വിളിച്ചാൽ മാത്രമേ എടുത്ത് സംസാരിക്കത്തുള്ളൂ, അങ്ങോട്ട് മെസ്സേജ് ചെയ്താൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്നുള്ള ബിഹേവിയർ കാണിക്കും. വീണ്ടും ഞായറാഴ്ച ആകുമ്പോൾ എന്ത് പറ്റും, കൺട്രോൾ ചെയ്യാൻ നോക്കും. 1-2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കൺട്രോൾ പോവും. ഒരു പയ്യനെ വിളിക്കാൻ തോന്നും, വിളിക്കും. മനസ്സിലായി? അപ്പോഴെന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് അവനെ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനൊക്കെ വലിയ പാടാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് അവരുടെ റൊട്ടീൻ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി മൂന്നാമത്തെ ക്ലയൻറ്റ് ഒരു കോളേജ് സ്റ്റുഡൻറ്റ്. ഇവനാണെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പെണ്ണിനെ എന്ത് ചെയ്ത് വളയ്ക്കാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് അവൾ നോക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്ത് അവനും വിട്ടിട്ട് അവൻ്റെ പണി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഇവളെന്ത് ചെയ്യുന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ ചില ദിവസമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള പോലെ നോക്കുന്നു, ഇങ്ങോട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മിണ്ടാൻ നോക്കുന്നു, ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ മിണ്ടാൻ നോക്കുന്നു. അതുപോലെ ഇവൻ അവൾ നോക്കുമ്പോഴൊക്കെ ഇവൻ അങ്ങോട്ട് പോയി മിണ്ടാൻ ശ്രമിക്കും, എങ്ങനെയെങ്കിലും വളച്ചെടുക്കാൻ വേണ്ടി. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവൾ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യും. നല്ലപോലെ അവൾ കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഒരുപാട് നേരം സംസാരിക്കും. അവർ തമ്മിൽ സംസാരിക്കും. പെട്ടെന്ന് തന്നെ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ മൊത്തം ഇൻട്രസ്റ്റ് ഒറ്റയടിക്ക് പോയതുപോലെ. പിന്നെന്ത് പറ്റും, നോർമലായിട്ട് അവൻ നോക്കിയാലും തിരിച്ച് നോക്കത്തില്ല, അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും. പിന്നെന്ത് ഇവൻ വിചാരിക്കും ഓക്കെ ഇനി കളഞ്ഞിട്ട് അടുത്ത പണി നോക്കാം, അവൾ വളയത്തൊന്നുമില്ലെന്ന് പറഞ്ഞ് നിൽക്കും. പ്രതീക്ഷിക്കാതെ ഒരു 5-6 ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്കായിരിക്കും, അല്ലെങ്കിൽ 5-6 ദിവസം കഴിയുമ്പോഴായിരിക്കും വീണ്ടും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇൻട്രസ്റ്റ് നല്ലപോലെ കൂടുന്ന പോലെ തോന്നും. ഈ പയ്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പെണ്ണിന് ഓൾറെഡി അറിയാം ആ പയ്യന് ഇവളോട് ചെറിയൊരു ക്രഷ് ഉണ്ട്, നല്ലപോലെ നോക്കുന്നുണ്ട്, ഇഷ്ടമാണെന്നുള്ള കാര്യം ഈ പെണ്ണിനെ അറിയാം. അപ്പം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ് ബ്രോ എന്തിനാ ബ്രോ കമ്മിറ്റഡാണ്, ചുമ്മാ ബ്രോയുടെ സമയം കളയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നെങ്കിൽ ചുമ്മാ ഡെവലപ്പ് ചെയ്യാൻ നോക്ക്, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ബ്രോ മിണ്ടാതെ ഇരിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ്. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ചേസ് ചെയ്യണ്ട, എപ്പോഴെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കുന്നെങ്കിൽ അപ്പോഴും മാത്രം ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് ഇല്ല ബ്രോ എനിക്ക് എൻ്റെ റീസൺ ഒന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത്.
ഡിസ്കസ് ചെയ്താലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ബ്രോ, എന്താ കാര്യമെന്ന്. പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പരിചയമുള്ള അവളുടെ ഫ്രണ്ട്സ്, അതുപോലെ അവൻ്റെ മ്യൂച്വൽ ഫ്രണ്ട്സ്, അതുപോലെ അവൻ്റെ മാത്രം ഫ്രണ്ട്സ്, അതുപോലെ അവളുടെ ലവറിൻ്റെ ഫ്രണ്ട്സ്, ഇതുപോലുള്ളവരോടൊക്കെ സംസാരിച്ച് ഇതുപോലുള്ളവരോടൊക്കെ ഇവൻ പോയി അന്വേഷിച്ചിട്ട്, അതായത് ഒരു 1-2 ദിവസം കൂടുമ്പോഴാണ് ഇവൻ ഓരോ കാര്യം വന്ന് എന്നോട് മെസ്സേജ് ഇടുന്നത്. അതായത് അവളുടെ ലവറിൻ്റെ കൂട്ടുകാരങ്ങനെ പറഞ്ഞ്, അവളുടെ ലവർ ഇങ്ങനെ പറഞ്ഞ്, അവളുടെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ്, അവരുടെ റിലേഷൻഷിപ്പിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇങ്ങനെ ഓരോന്ന് എന്നോട് വന്ന് പറഞ്ഞ്. അപ്പോൾ അതായത് എൻ്റെ ക്ലയൻറ്റ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവളുടെയും അവളുടെ ലവറിൻ്റെയും റിലേഷനെക്കുറിച്ചുള്ള ഒരു സ്കെച്ച് എനിക്ക് തന്നു. അതായത് നല്ലൊരു ബ്ലൂ പ്രിൻ്റ് പോലൊരു സംഭവം എനിക്ക് നോക്കി. അപ്പോഴതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അതൊരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ പെണ്ണിന് ആ പയ്യനോട് എന്തോ കാര്യം കൊണ്ട് താല്പര്യം കുറയും. ഓക്കെ, അതായത് എന്തോ അവൈലബിലിറ്റി കൂടുതൽ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തോ വഴക്കുണ്ടാക്കുമ്പോഴോ എന്തോ ഒരു കാര്യം കൊണ്ട് ഈ പയ്യൻ എന്തോ മിസ്റ്റേക്ക് ചെയ്യുമായിരിക്കും. അതായത് ചിലപ്പോൾ ചേസ് ചെയ്യുമായിരിക്കും, ചിലപ്പം അവൈലബിലിറ്റി കൂടുതലോ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഈ പെണ്ണിന് ആ പയ്യനോട് ഇൻട്രസ്റ്റ് കുറയും. അതായത് ലവറിനോട് ഇൻട്രസ്റ്റ് കുറയും. അവളുടെ ലവറിനോട് ഇൻട്രസ്റ്റ് കുറയുമ്പോഴൊക്കെ ഈ പെണ്ണിന് മറ്റേ പയ്യനെ നോക്കാൻ തോന്നും. അതായത് നമ്മുടെ ഹ്യൂമൻ നേച്ചർ മനസ്സിലാക്കണം. നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവം എന്തോന്ന് വെച്ചാൽ, നമ്മളുടെ ലവർ അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഒരു പെണ്ണിന് അവളുടെ ഹസ്ബൻഡിനോട് താല്പര്യം കുറയുന്നു, അല്ലെങ്കിൽ അവളുടെ കാമുകനോട് താല്പര്യം കുറയുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരാളിനെ അവൾ പോലും അറിയാതെ നോക്കാൻ തുടങ്ങും. അതായത് വേറൊരാൾ വരുമ്പം അവരുടെ മുമ്പിൽ ഒരുങ്ങിയിരിക്കാനൊക്കെ ശ്രമിക്കും, വേറെ ആൾ വരുമ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും, അവരോലും അറിയാതെ. ഓക്കെ, മുടിയൊക്കെ ഒതുക്കി വയ്ക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ ആണുങ്ങളായാലും ഇങ്ങനെ തന്നെ. നമുക്ക് നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ നമ്മുടെ കാമുകിമാരോട് ഇൻട്രസ്റ്റ് നല്ലപോലെ കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നാളെ ഒരു കല്യാണത്തിന് മുമ്പ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അവിടെ ഒരു പെണ്ണ് നോക്കുമ്പോൾ നമ്മൾ അവൾക്ക് സിഗ്നൽ കൊടുക്കാൻ നോക്കും, അവൾക്ക് ഐ കോൺടാക്റ്റ് കൊടുക്കാൻ നോക്കും. അതുപോലെ നമ്മൾ ചിലപ്പോൾ പെർഫെക്റ്റായിട്ട് മുടിയൊക്കെ ചീപ്പി, മനസ്സിലായി, അതായത് നമ്മൾ പോലും അറിയാതെ വേറൊരാളിനെ അന്വേഷിക്കാൻ തുടങ്ങും, നമ്മൾ പോലും അറിയാതെ. മനസ്സിലായി, നമ്മുടെ ആളിനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുമ്പം. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് അവിടെ നടന്നത്. ആ പെണ്ണിന് എന്തോ ഒരു കാര്യം കൊണ്ട് റിലേഷൻഷിപ്പിൽ ആ പയ്യനോട് ചില സമയത്ത് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കും. ചില സമയത്ത് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ പെണ്ണിന് അറിയാം മറ്റേ പയ്യൻ, അതായത് എൻ്റെ ക്ലയൻറ്റിന് ആ പെണ്ണിനോട് ക്രഷ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ പെണ്ണ് ചിന്തിക്കുന്നത്, മറ്റേ പയ്യൻ എന്നോട് ക്രഷ് ഉണ്ട്. അപ്പോൾ ആ പെണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് കാമുകനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വേറൊരാളിനെ നോക്കാൻ തോന്നും. അപ്പോൾ ക്ലാസ്സിൽ ആ പയ്യനെ നോക്കാൻ തോന്നും, ക്ലാസ്സിലുള്ള പയ്യനെ. ഈ പെണ്ണ് എന്ത് ചെയ്യും, അന്നത്തെ ദിവസങ്ങളിലെല്ലാം കാമുകനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്ന ദിവസങ്ങളിലെല്ലാം ഈ പയ്യനെ നല്ലപോലെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേറൊരാളിനെ നോക്കാൻ തോന്നും. അപ്പോൾ എന്തൊരു അടുത്തുള്ളതിൽ കൊള്ളാവുന്ന ഒരാളിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ എന്തൊറ്റെന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം കഴിയുമ്പം ആ പയ്യൻ വീണ്ടും കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അതായത് ആ പെണ്ണിൻ്റെ കാമുകൻ ചിലപ്പോൾ ചേസ് ചെയ്തതിലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കാണും, അതായത് പിന്നെ ചേസ് ചെയ്യുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ആ പയ്യൻ വീക്കായിട്ട് ബിഹേവ് ചെയ്യുമ്പം, വീക്കായിട്ട് റെസ്പെക്റ്റ് ഒന്നും കിട്ടാതെ പെരുമാറുമ്പോൾ ഈ പെണ്ണിന് താല്പര്യം പോകുമായിരിക്കും. പിന്നെ എന്തൊറ്റും ആ പയ്യൻ സ്ട്രോങ് ആയിട്ട് പെരുമാറാൻ തുടങ്ങുമായിരിക്കും. അപ്പോഴെന്തൊറ്റും വീണ്ടും ആ പെണ്ണിന് അവനോട് ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം കൊണ്ട് ആ പയ്യൻ്റെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കുമ്പോൾ ഈ പെണ്ണിന് വേറെ ആളെ വേണം തോന്നും. ആ പയ്യനോട് വീണ്ടും ഇൻട്രസ്റ്റ് വന്നിട്ട് കാമുവിനോട് നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാളിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, അവൾ നിങ്ങൾ നല്ല ഇഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പെണ്ണിനെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണ് 80%. പ്ലേ ബോയ് പ്ലേ ഗേൾ അതല്ല ഞാൻ പറയുന്നത്, സാധാരണ. ഓക്കെ, അതുപോലെ ആ പെണ്ണിന് അവളുടെ കാമുകനോട് നല്ല ഇൻട്രസ്റ്റ് നിൽക്കുമ്പോൾ ഈ പയ്യനെ നോക്കാനേ തോന്നത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ തന്നെ നല്ല സമയമെടുത്ത്. ഇനി നാലാമത്തെ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അന്ത പെണ്ണ് ഒരു ഹോസ്റ്റലിൽ മെയിനായിട്ട് അവൾ ടൈപ്പിംഗ് പോലെ എന്തോ ഒരു ബിസി ആയിട്ടുള്ളൊരു ജോലി ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെന്തോ ഇതുപോലെ ടൈപ്പിംഗ് പോലെ എന്തോ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം ഇവൾ പറഞ്ഞിട്ടുണ്ട്, എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പയ്യന് മനസ്സിലാവുന്നില്ല. എടാ എനിക്ക് ഇപ്പോൾ എൻ്റെ ഷെഡ്യൂൾ കുറച്ച് മോശമാണ്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് വർക്കുണ്ട്, അപ്പോൾ പഴയതുപോലെ നമുക്ക് പറ്റത്തില്ല, കുറച്ച് നാളത്തേക്ക് നീ അഡ്ജസ്റ്റ് ചെയ്യണം. എത്ര പറഞ്ഞാലും ഇവൻ കേൾക്കത്തില്ല. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 2 മാസമായിട്ട് ഇവനങ്ങ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇല്ല ഇതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, പണ്ട് നീ എന്നോട് എങ്ങനെ നല്ല ഇൻട്രസ്റ്റിലായിരുന്നോ, പണ്ട് എനിക്ക് എത്രത്തോളം അവൈലബിൾ ആയിരുന്നോ അതുപോലെ നിൽക്കണം, പണ്ട് എപ്പോഴും വീഡിയോ കോൾ ചെയ്യായിരുന്നു, എപ്പോഴും വിളിക്കുമായിരുന്നു, അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ 2 മാസം ഒരുപോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പെണ്ണിന് എന്ത് ഫീലായെന്ന് വെച്ചാൽ,
ടോക്സിക്കാണ്, ഇവനെയൊക്കെ കെട്ടിയുള്ള അവസ്ഥ എന്തുവാ, പറഞ്ഞാലും മനസ്സിലാവത്തില്ല, എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത മൈരായിട്ട് കാണാൻ തുടങ്ങും. അപ്പോൾ എന്തുവരുമെന്ന് വെച്ചാൽ ഈ പെണ്ണിന് ഇൻട്രസ്റ്റ് മൊത്തം ഉണ്ടാവണേ 2 മാസം ഒരുപോലെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ പെണ്ണ് ബ്രേക്കപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് മൊത്തം കുറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ബ്രേക്കപ്പ് എപ്പോഴാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 50%, അതായത് 100% ഉള്ളപ്പോഴാണ് റിലേഷൻഷിപ്പ് വരുന്നത്. റിലേഷൻഷിപ്പിൽ ഉള്ള കപ്പിൾ 100% ആയിരിക്കും, അതായത് കുഴപ്പമൊന്നുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു 80 മുതൽ 100% വരെ ആയിരിക്കും. ഓക്കെ, റിലേഷൻഷിപ്പ് പ്രോബ്ലം വരുമ്പോൾ പയ്യെ പയ്യെ ഇൻട്രസ്റ്റ് താഴോട്ട് വരും. 75, 70, 65 അങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ ഒരു 40%-ലും താഴെ വരുമ്പോഴായിരിക്കും നമ്മളോട് റിപ്ലൈ തരത്തില്ല, നമ്മളോട് മിണ്ടാനേ തോന്നത്തില്ല, അതുപോലെ നമ്മളൊരു സ്ട്രേഞ്ചർ മട്ടിലൊക്കെ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഒരു 50% ആകുമ്പോൾ തന്നെ ബ്രേക്കപ്പ് ചെയ്യാമെന്നൊരു ഐഡിയ വരും. അതായത് അതിനു മുമ്പ് ചിന്തിക്കത്തില്ല. അതായത് ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ ഒരു കപ്പിളുണ്ടെന്ന് വെച്ചോ, ഒരു പെണ്ണിന് ഒരു പയ്യനോട് ചെറുതായിട്ട് ഇൻട്രസ്റ്റ് കുറഞ്ഞ ഉടനെ ബ്രേക്കപ്പ് ചിന്തിക്കത്തില്ല. അങ്ങനെ 1 മാസമായിട്ടും 2 മാസമായിട്ടും റിലേഷൻഷിപ്പിലെ പ്രോബ്ലം സോൾവ് ആവാതെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴായിരിക്കും പിന്നെ ബ്രേക്കപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായി ഇങ്ങനെ. അപ്പോൾ ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മൊത്തം ഇൻട്രസ്റ്റും പോയെന്നായിരിക്കത്തില്ല, അവിടെ സ്കോപ്പുണ്ട്. അപ്പം ബ്രേക്കപ്പ് ചെയ്യുന്നൊരു ഐഡിയ വരത്തുള്ളായിരിക്കും. അതായത് ഒരു പെണ്ണ് പറയുകയാണ്, എടാ നമുക്ക് ബ്രേക്കപ്പ് ചെയ്താലോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മൊത്തം ഇൻട്രസ്റ്റും പോയെന്നായിരിക്കത്തില്ല. മൊത്തം ഇൻട്രസ്റ്റ് പോകുമ്പോൾ അവർ പറയുന്നത് ശരി ബ്രേക്കപ്പ് ആവാമെന്ന് പറഞ്ഞിട്ട് മൊത്തം ബ്ലോക്ക് ചെയ്ത് എസ്കേപ്പ് ആവത്തേ ഉള്ളൂ. അപ്പോൾ ബ്രേക്കപ്പ് ചെയ്താലോ ചോദിച്ചാൽ അവിടെ സ്കോപ്പുണ്ട്. ബ്രേക്കപ്പ് ചെയ്താലോ ചോദിച്ചിട്ട് ഉടനെ ഇതാവത്തില്ല. ഇപ്പം എനിക്ക് വന്നിട്ടുള്ള ക്ലയൻറ്റിൻ്റെ ഒക്കെ കാര്യം നോക്കിയാൽ, ബ്രോ എന്നോട് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറയുന്നു ബ്രോ എന്നേ പറയത്തുള്ളൂ. അതായത് ഉടനെ ബ്രേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ തന്നെ ബ്രേക്കപ്പ് ആവണം, ഇപ്പം തന്നെ ബ്രേക്കപ്പ് ആവണം, അങ്ങനെ ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു 1-2-3 ആഴ്ചയായിട്ട് ആ പെണ്ണ് പറയും, ഇല്ല സെറ്റാവത്തില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാം, ഇല്ല സെറ്റാവത്തില്ല, ബ്രേക്കപ്പ് ആവാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാ പയ്യൻ എന്തെന്ന് വെച്ചാൽ വേണ്ട ബ്രേക്കപ്പ് ആവണ്ട എന്ന് പറഞ്ഞാലും ഈ പെണ്ണ് എന്ത് ചെയ്യും, ഒന്ന് ഹോൾഡ് ചെയ്യും. കാരണം മാറും നോക്കാം, ഇവൻ മാറിയാലോ, കുറച്ച് നാൾ നോക്കാം, ഇവൻ മാറിയാലോ. ആണുങ്ങളും ഇങ്ങനെ തന്നെ ചിന്തിക്കും റിലേഷൻഷിപ്പിൽ, മാറിയാലോ ചിന്തിക്കും. അപ്പോൾ ഒട്ടും മാറത്തേയില്ല, അവൻ മാറാനേ പോകുന്നില്ല, മയിര് ജന്മത്ത് മാറത്തില്ല. ഇങ്ങനെ ഫീൽ ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 0 ആവും. അതായത് ഇൻട്രസ്റ്റ് കുറഞ്ഞ് 0 വരും. അപ്പോൾ ഈ പെണ്ണ് അവനോട് ബ്രേക്കപ്പ് ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് ബ്രേക്കപ്പ് ആവാം, നീ പറഞ്ഞ് തല കയറത്തില്ല നിനക്ക്, ശരി ബ്രേക്കപ്പ് ആവാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴും എന്ത് ചെയ്യും, ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ഇവക്ക് ഒന്നാമത്തെ കാര്യം ഇവളുടെ ഷെഡ്യൂൾ മോശമായതുകൊണ്ട് ഇവക്ക് അപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഒരു 40% അത്ര വെച്ചോ, ഒരു 40% ഇൻട്രസ്റ്റ് ഉണ്ട്. അത് 0 ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ മൊത്തം ഇൻട്രസ്റ്റും പോയിട്ടില്ല. അതുകൊണ്ട് ഇവളുടെ ഷെഡ്യൂൾ മോശമല്ല. ഇവൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കോൾ വരും, അതുപോലെ അതുപോലെ ജോലിക്കിടയ്ക്ക് കോൾ വരും എന്നുള്ള കാരണം കൊണ്ട് ഇവളെല്ലാത്തിലും ബ്ലോക്ക് ചെയ്ത്. ഇവളുടെ ഇൻട്രസ്റ്റ് എല്ലാം പോയതുകൊണ്ട് ബ്ലോക്ക് ചെയ്തതല്ല. സാധാരണ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ഒട്ടും എല്ലാ ഇൻട്രസ്റ്റും പോയെന്നർത്ഥം, മോസ്റ്റ്ലി. ഓക്കെ, പക്ഷേ ആ കാരണം കൊണ്ടല്ല അവൾ ഇവിടെ ബ്ലോക്ക് ചെയ്തത്. ഈ കേസിൽ അവൾ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ പഠിത്തത്തിലൊക്കെ ഡിസ്റ്റർബ് ആവും. ഇവങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നവനെ 100 തവണ കോൾ ചെയ്യും. ആ കാരണം കൊണ്ടാണ് ബ്ലോക്ക് ചെയ്തത്, മൊത്തം ഇൻട്രസ്റ്റ് പോയതുകൊണ്ടല്ലായിരുന്നു. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇവളെന്തിനാ 26-27 ദിവസം കൂടുമ്പോൾ 5-6 ദിവസം വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇവൾ തന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെ ഇവന് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നോ കോണ്ടാക്റ്റ് പോലെ, അതായത് നോ കോണ്ടാക്റ്റ് കൊടുക്കുന്ന അതേ പവർ തന്നെ ഇതിനും കിട്ടും. ഈ പെണ്ണ് ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്, ഇവളുടെ കൂടെ, അതായത് ആ റൂമിൽ കൂടെ വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. ഓക്കെ, അത് ഡീറ്റെയിലായിട്ട് ഒരുപാട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. ആ പയ്യനോട് ഒരുപാട് തവണ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ പെണ്ണിൻ്റെ ഷെഡ്യൂളും അതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ ഈ പെണ്ണിൻ്റെ കൂടെ വേറൊരു പെണ്ണുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പെണ്ണ് എല്ലാ മാസവും ഒരു 5 ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പോവും. എൻ്റെ ക്ലയൻറ്റിൻ്റെ പെണ്ണ് ആ റൂമിൽ ഒറ്റയ്ക്കായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണ് തന്നെയാണ് എല്ലാത്തിലും ബ്ലോക്ക് ആക്കിയിട്ട് പോകുന്നത്. എല്ലാത്തിലും ബ്ലോക്ക് ആക്കുന്നുണ്ട്. ഇവൾ മൊത്തം ഇൻട്രസ്റ്റ് പോയതുകൊണ്ടല്ല ബ്ലോക്ക് ആക്കിയത്, ശല്യം ഒഴിവാൻ വേണ്ടി. അതായത് ഇവ ഇങ്ങനെ ശല്യം ചെയ്ത കാരണം ബ്ലോക്കാക്കി. അതുകൊണ്ട് തന്നെ ഒരു മാസമൊക്കെ നോ കോണ്ടാക്റ്റിൽ നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, 1 മാസമൊക്കെ ആകുമ്പോഴേക്ക് പയ്യെ നെഗറ്റീവ് മാറിയിട്ട് ഒരു ന്യൂട്രലാവാൻ തുടങ്ങും. അതായത് ഒരു ശല്യക്കാരൻ എന്ന് കാണുന്നതിന് പകരം 1 മാസമൊക്കെ വിളിക്കാതിരിക്കുമ്പോൾ മിസ് ചെയ്യാൻ തുടങ്ങും, പയ്യെ മിസ് ചെയ്യാൻ തുടങ്ങും. ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ശല്യക്കാരൻ എന്ന് ചിന്തിക്കും. പക്ഷേ 1 മാസമൊക്കെ കഴിയുമ്പോൾ എന്ത് ചിന്തിക്കുമെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരാളായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ശല്യക്കാരനെന്ന് മാറിയിട്ട് ശല്യക്കാരനുമല്ല എന്നാൽ ഗുണമുള്ള മൈരനുമല്ല, ഒരു സാധാരണ ഒരാൾ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഏകദേശം അങ്ങനെ ചിന്തിക്കും.
അപ്പോൾ അപ്പോഴും ഈ ബ്ലോക്ക് മാറ്റണമെന്ന് ആ പെണ്ണിന് തോന്നത്തില്ല. എന്തുകൊണ്ടാണ് ഈ പെണ്ണ് ബ്ലോക്ക് മാറ്റിയെന്ന് വെച്ചാൽ 5 ദിവസത്തേക്ക് അവളുടെ കൂട്ടുകാരി നാട്ടിൽ പോകും. അപ്പോൾ ഈ പെണ്ണ് റൂമിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഓക്കെ, റൂമിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം. അതുപോലെ ഒരുപാട് നേരം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യണം. പഠിക്കുമായിരിക്കും. എന്നാലും ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ തന്നെ പറ. ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമെന്ന് എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? പോണ് കാണണം, മാസ്റ്റർബേഷൻ ചെയ്യണം, സ്വയംഭോഗം ചെയ്യണം, അല്ലെങ്കിൽ സെക്സ്, ഇതിനെക്കുറിച്ചായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സെക്ഷൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, മാസ്റ്റർബേഷൻ. അപ്പോൾ ആ പെണ്ണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഇപ്പോൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ജോലിയൊന്നും ഇല്ലെങ്കിൽ പറയാൻ വേണ്ട, പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് നേരം. ആ പെണ്ണ് 5 ദിവസം വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്നത്. ജോലി ഉണ്ടെങ്കിലും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ പയ്യനോട് നോ കോണ്ടാക്റ്റ് നിൽക്കുവാണ്. ഓക്കെ, ഒരു 20, 25, 26 ദിവസം കഴിയുമ്പോഴേക്ക് ആ നെഗറ്റീവിൽ നിന്ന് പയ്യെ ന്യൂട്രലാവാൻ തുടങ്ങും. നോ കോണ്ടാക്റ്റിനെ കുറിച്ച് മുമ്പേ വീഡിയോ ചെയ്തേ, അത് കണ്ടിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് എളുപ്പം മനസ്സിലാവും. അതായത് ബ്ലോക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ വെറുപ്പൊക്കെ മാറിയിട്ട് ഒരു 25, 30 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ആ വെറുപ്പൊക്കെ കുറഞ്ഞു വരും. വെറുപ്പ് അങ്ങനെ തന്നെ നിൽക്കത്തില്ല ഉള്ളിൽ. ഒന്നാമത്തെ ദിവസം എന്തുപറ്റും? ബോറടിക്കാൻ തുടങ്ങും. അതായത് ആ കൂട്ടുകാരി നാട്ടിൽ പോയതിന് ശേഷം ഒന്നാമത്തെ ദിവസം ബോറടിക്കാൻ തുടങ്ങും. ഒന്നാമത്തെ ദിവസം മൊത്തം ബോറടിക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഒരു ക്വാറൻറ്റീൻ പോലെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പാർട്ട്ണറിനെ ചിന്തിക്കാൻ തുടങ്ങും. അതായത് ആ പയ്യനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. പയ്യനെക്കുറിച്ച് ഇങ്ങനെ, അതായത് ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുമല്ലോ നമ്മൾ, ഒരുപാട് നേരം ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് വേറെ ആവും. ഓക്കെ, അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ ഈ പയ്യൻ മൊത്തത്തിൽ ബ്ലോക്ക് ആയതുകൊണ്ട് ഈ പയ്യൻ എങ്ങും പോയി വിളിക്കാനും പറ്റുന്നില്ല. ഇവനാണെങ്കിൽ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടില്ല ഭാഗ്യത്തിന്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പയ്യൻ പോയി ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? കുറേ നാളത്തേക്ക് ചേസ് ചെയ്യാതിരിക്കുമ്പം വിലയില്ലാത്ത ഒരാളായിട്ട് കാണത്തില്ല. അതായത് പയ്യെ നമ്മുടെ വില കൂടാൻ തുടങ്ങും. വില കൂടുമെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് കൂടത്തില്ല, വില താഴ്ന്ന് പയ്യെ കൂടിയിട്ട് ഒരു സാധാരണ നിലയിലെങ്കിലും എത്താൻ തുടങ്ങും. ഓക്കെ, അപ്പോഴൊരു 25, 26 ദിവസം ആകുമ്പോൾ, 26 ദിവസം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ആ പയ്യനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം അവളുടെ സിറ്റുവേഷൻ, അവൾ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. അപ്പോൾ പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴെന്ത് പറ്റും? പയ്യെ ഈ ചെറിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ അവളങ്ങ് ക്ഷമിക്കുന്ന ആ ഒരു മൈൻഡിലോട്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ആ പയ്യന് അവളും തമ്മിൽ നോ കോണ്ടാക്റ്റ് പോലെ, അതായത് അവൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും എല്ലാത്തിടത്തും. അതുകൊണ്ട് മാത്രം അവനെങ്ങും വിളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കും. എന്നാലും പ്രോസസ്സ് ഏതാണ്ട് ഒരുപോലെ തന്നെ നടക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അവൻ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാത്തതുകൊണ്ട്, ചേസ് ചെയ്യാത്തതുകൊണ്ട് പയ്യെ അവൻ വിലയില്ലാത്തൊരു ആളാടില്ല. പയ്യെ അവനോടുള്ള ഇൻട്രസ്റ്റ് കൂടാൻ തുടങ്ങും. മനസ്സിലായി? അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം അവൾക്ക് ചുമ്മാ അവനെ ഒന്ന് ബ്ലോക്ക് മാറ്റിയിട്ട് ജസ്റ്റ് നോക്കും. അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബ്ലോക്ക് മാറ്റിയിട്ട് അവൻ്റെ ലൈഫൊക്കെ എങ്ങനെയാണ് പോകുന്നത്, കൊള്ളാമോ എന്ന് ജസ്റ്റ് നോക്കാൻ തോന്നും. അപ്പോൾ അവൻ നോക്കുമ്പോൾ മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില ദിവസം ബ്ലോക്ക് കഴിഞ്ഞ് കിടക്കും. അതുപോലെ രണ്ടാമത്തെ ദിവസം അവൾ എന്ത് ചെയ്യും? സ്റ്റോറിയൊക്കെ ജസ്റ്റ് നോക്കും, ലൈക്കൊക്കെ ചെയ്യും, പുതിയ പോസ്റ്റൊക്കെ ഉണ്ടോ നോക്കും. അതായത് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ പിന്നെ അവൾക്ക് വീണ്ടും അവൾ ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അതായത് പാർട്ട്ണറിനെ വേണം, ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ പിന്നെയും കൂടും. നാലാമത്തെ ദിവസം ആകുമ്പോൾ അവനെ കോൺടാക്റ്റ് ചെയ്യാൻ തോന്നും. അഞ്ചാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഒന്ന് വിളിക്കാനൊക്കെ തോന്നും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് അവൾ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്തുകൊണ്ടാണ് അവൾ ബ്ലോക്ക് മാറ്റിയിട്ട് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, 5 ദിവസം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആർക്കായാലും 5 ദിവസം റൂമിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു 5 ദിവസത്തേക്ക് റൂമിൽ നിന്ന് വെളിയിറങ്ങാതെ അതിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. മനസ്സിലായി? നിങ്ങൾ എന്തുപറ്റും? ഒരുപാട് തലയ്ക്കകത്ത് എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു പെണ്ണുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അവരെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? ഇങ്ങനെ നടക്കാറ്. അപ്പോൾ ഈ പെണ്ണിന് സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ 5 ദിവസത്തെ ഒരു ഇമോഷൻ, അതിൻ്റെ പുറത്ത് അവനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്തോ എടുക്കും, എന്താ പരിപാടി, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. 5 ദിവസം കഴിയുമ്പോൾ മറ്റേ പെണ്ണ് തിരിച്ചു വരും, വീണ്ടും നോർമലായിട്ടുള്ള ലൈഫിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞാനീ പറഞ്ഞ 4 ക്ലൈൻറ്റിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ 4 ക്ലൈൻറ്റുകളും അപ്പോഴത്തെ ഒരു ഇമോഷൻ്റെ പുറത്ത്, അപ്പോഴത്തെ ഒരു മൊമെൻറ്റത്തിൻ്റെ പുറത്ത് അങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു പെണ്ണിൻ്റെ ഇൻട്രസ്റ്റ് കുറയുന്നത് എന്താ, ഇൻട്രസ്റ്റ് കൂടിയത് എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്
ഒരു 60% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ സൈക്കോളജി പഠിച്ച ഒരാൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. 60 അല്ലാതെ കൂടുതലും പറ്റും. ഇപ്പോൾ എന്നോടൊക്കെ ചോദിച്ചാൽ ഒരു 60% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു 100 പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു ലോജിക്കില്ലാതെ ബിഹേവ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 100 പെണ്ണുങ്ങളെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. ഒരു 100 പെണ്ണുങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു 100 പെണ്ണുങ്ങൾ ചില സമയത്ത് ഓരോ രീതിയിൽ ഓരോ സമയത്ത് ഓരോ രീതിയിൽ പെരുമാറുന്ന കാണിച്ചു തന്നാൽ അത് 60 പെണ്ണുങ്ങളുടെയും ഇത് വെച്ച് എനിക്ക് പറയാൻ പറ്റും. 60 പെണ്ണുങ്ങളെ ഞാൻ കറക്റ്റായിട്ട് പറയാം, ഇന്ന കാരണം കൊണ്ടാണ് ഇവൾ ഇങ്ങനെ പെരുമാറുന്നത്. 60 പെണ്ണുങ്ങളെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷേ ബാക്കി 40 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അകത്തുണ്ടായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോകൾ പെർമിഷൻ കിട്ടുന്നെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ഇട്ട് തരാം. അതുപോലെ കേസ് സ്റ്റഡി വേണോ, അതായത് ഒരുപാട് കേസുകളൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ള അതുപോലത്തെ അതിൽ കൂടെ നിങ്ങൾ സൈക്കോളജി പഠിപ്പിക്കണോ, അതോ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പണ്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യും, ഓരോ എനിക്കറിയുന്ന റിലേഷൻഷിപ്പുകൾ അതുപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂവിനെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കും. ലോങ് ഡിസ്റ്റൻസിൽ എനിക്കറിയുന്ന ഒരുപാട് പേരാണ് ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരായിരിക്കും. അവരിൽ സക്സസ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, ബ്രേക്കപ്പ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും. അതുപോലുള്ളവരുടെയൊക്കെ എടുത്ത് ഞാൻ പഠിക്കും. എന്തുകൊണ്ട് അവരുടെ സക്സസ് ആയി, എന്തുകൊണ്ട് അവരുടെ ഫെയിലിയറായി, ഇതുപോലെ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് ഇഷ്ടം, ഇന്ന് ഞാൻ ഇട്ട ടൈപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഇനി ഇതുപോലത്തെ വീഡിയോ വേണോ, ഇതുപോലുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഡേറ്റിംഗ് ടിപ്സ് ഉള്ളത് വേണോ, ഡേറ്റിംഗ് ഫോർമുല ഉള്ളത് വേണോ, റിലേഷൻഷിപ്പ് ടിപ്സ് വേണോ, ഇതുപോലെ അതോ ഡേറ്റിങ്ങിനെ കുറിച്ചുള്ള സ്പെഷ്യൽ സൈക്കോളജിക്കലായിട്ടുള്ള വേണോ, ഇതുപോലെ എന്ത് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ.